ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ സിമ്പിളായിട്ട് വെക്കുന്ന വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചീൻചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക. ചീൻചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടി സാധനങ്ങളെല്ലാം ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് ആ ചിക്കനനുസരിച്ചുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നല്ലതുപോലെ ചെറു ചൂടിലിട്ട് ചെറു തീയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. സവാളയും നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക, കൊച്ചുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കൂടാതെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുന്നവരുമുണ്ട്, അരിഞ്ഞിടുന്നവരുമുണ്ട്. ഞങ്ങളിവിടെ അരിഞ്ഞാണ് ഇടുന്നത്. നല്ലതുപോലെ കൊത്തി എരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ശകലം കറിവേപ്പിലയും കൂടെ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഏതിലാണോ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടുക. അതിലിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അത് നല്ല ഒരു വഴണ്ട് ഒരു മെറൂൺ കളറാവുന്നത് വരെ ചെറു ചൂടിലിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കുക. ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കുക. അങ്ങനെ ഇളക്കാൻ പെട്ടെന്ന്, അതായത് ഉള്ളി പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം പെട്ടെന്ന് അത് നല്ല മെറൂൺ കളറിലായി വരും. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തൊരു എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരും. ആ സമയത്ത് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ, മുളകും മല്ലിയൊക്കെ നമ്മൾ ഓൾറെഡി മൂപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ, അത് നമ്മൾ ഇതിലേക്ക് തട്ടുക. ഇതിലേക്ക് തട്ടിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുക, ഈ പൊടികളിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഈ പൊടിയും ഈ ഉള്ളിയെല്ലാം ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ചിക്കൻ വേവാൻ ഓൾറെഡി നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം വരും, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു ചെറിയ ചൂടിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് മൂടി വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ്. ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് നല്ലതുപോലെ മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് നല്ലതുപോലെ നല്ല തിളച്ച് നമ്മുടെ പരുവത്തിനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ കറി റെഡിയായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണ്ടുന്നതുകൊണ്ട് ഗ്രേവിയിലാണ്